പിന്നെ ഏകാഗ്രത നിലനിർത്താനുള്ള സംഗതികൾ വേണം. ഏറ്റവും നല്ലത് പ്രാർത്ഥനയാണ്, നിസ്കാരമാണ്, ഖുർആനോത്താണ്, അള്ളാഹുവിലേക്കുള്ള മടക്കമാണ്. അത് ഏകാഗ്രതയ്ക്ക് വളരെയേറെ സഹായം ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പുറത്ത് ടി വി ഓടിക്കൊണ്ടിരിക്കണ്, ഉമ്മയിപ്പൊക്കെ ഇങ്ങനെ ടി വിയിൽ എന്തോന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. SSLC അല്ല എനിക്കെന്നും പറഞ്ഞിട്ട് കുട്ടീനെ പിടിച്ചുകൊണ്ടൊന്ന് റൂമിലിട്ട് പുറത്തേക്ക് പൂട്ടിയതാണ്. നല്ല പഠനമായിരിക്കും. ഏകാഗ്രതയ്ക്ക് തീരെ ഉഷാറുണ്ടാവില്ല. ഈ സംബന്ധമായ പുസ്തകം എഴുതിയ ചില പണ്ഡിതന്മാർ എന്ന് വെച്ചാൽ ഡോക്ടർ മാറ്റുവല്ലൂരിനെ പോലുള്ള പ്രൊഫസർ ശിവദാസിനെ പോലുള്ളവരൊക്കെ പറയുന്നുണ്ട്, ഈ ടി വി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് കുട്ടികളുടെ പഠനം തീരെ നടക്കില്ല. ടി വി ഉള്ള വീട്ടിലെ കുട്ടിയും ഇല്ലാത്ത വീട്ടിലെ കുട്ടിയും തമ്മിൽ പഠന രംഗത്ത് വലിയ മാറ്റം ഉണ്ടാകുന്നു. അവരൊന്നും ഇപ്പോൾ ഒരു ഫണ്ടമെന്റലിസ്റ്റുകളൊന്നുമല്ല. പിന്നെ എന്തുകൊണ്ടാണ്? ആർക്കും ആലോചിച്ചാൽ അറിയുന്ന ഒരു കാര്യമാണ്. വാപ്പയ്ക്കും ഉമ്മാക്കും ജ്യേഷ്ഠാനുജന്മാർക്കും സിനിമ കാണാൻ മോഹമുണ്ടെങ്കിൽ അവിടെ പിറന്ന് വളർന്ന കുട്ടിക്കും സ്വാഭാവികമായിട്ടതുണ്ടാവും. പിന്നെ നിനക്ക് പരീക്ഷ അല്ല എന്ന് പറഞ്ഞിട്ട് അവനെ റൂമിലിട്ട് അടച്ചുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പൊ ശ്രദ്ധ തിരിക്കുന്ന ഒരു സംഗതിയും പഠനത്തിന്റെ സന്ദർഭത്തിൽ കുട്ടിയെ തടസ്സപ്പെടുത്തി കൂടെ ഉണ്ടാവാൻ പാടില്ല. പിന്നെ ആരോഗ്യപരമായ ജീവിതശൈലി, ഓർമ്മക്കാണെങ്കിലും സജീവമായി പഠനരംഗത്ത് ശ്രദ്ധിക്കാനാണെങ്കിലും ആരോഗ്യം അത്യാവശ്യമാണ്. അപ്പോൾ കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ച് അവരെക്കാൾ ബോധം ഉണ്ടാവേണ്ടത് രക്ഷിതാക്കൾക്കാണ്. അപ്പോൾ കുട്ടി ഇങ്ങനെ വായിക്കണ സമയത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തലക്കൊന്ന് കൊടുക്കല്ല വേണ്ടത്, കണ്ണുകൊണ്ട് പോയി പരിശോധിക്കണം. പഠിക്കുന്ന സമയത്ത് കുട്ടി ഇങ്ങനെ പിടിക്കുകയാണ്, ഇങ്ങനെ പഠിക്കാൻ നോക്കുകയാണ്, ചന്ദ്ര വേസന്മാരമാരി എന്നും പറഞ്ഞ് തലക്ക് കൊടുക്കല്ല വേണ്ടത്. നല്ലൊരു കണ്ണു ഡോക്ടറെ കാണിച്ച് ഇപ്പം തകരാറുണ്ട് തോന്നുന്നുണ്ടെന്ന് പരിശോധിക്കണം എന്ന് പറയലാണ്. അപ്രകാരം തന്നെ ചില കുട്ടികൾക്ക് ഈ മൈഗ്രെയിൻ തലവേദന ഒക്കെ ഉണ്ടാവും. അത് അനുഭവിച്ചവർക്ക് എത്ര അതിൻ്റെ കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. ചില ഈ കലാകാരന്മാരൊക്കെ മൈഗ്രെയിനിൻ്റെ ചിത്രം വരച്ചിട്ടുണ്ട്. തലയുടെ ഏതോ ഒരു ഭാഗത്തു നിന്നും മിന്നറിയണത് പോലുള്ളൊരു സംഭവം. അപ്പോൾ കുട്ടി എനിക്ക് തലവേദന ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കിടക്കുമ്പോൾ ഇതിങ്ങനെ ഓടി വന്ന് കളിച്ച് വേർത്ത് തലയിലെ വെള്ളം പാർന്നലാന്ന് പറയുന്നതോടുകൂടെ രക്ഷപ്പെടാൻ പറ്റൂല രക്ഷിതാവ്. പിന്നെയോ നല്ല ഡോക്ടറെ കൊണ്ടുപോയി പരിശോധിപ്പിക്കണം. എന്താണ് രോഗമെന്ന് കണ്ടെത്തി ചികിത്സ നടത്തണം. ഒന്ന്